പറയട്ടെ. നമസ്കാരം, ഞാൻ നിത്യതി ശ്രീലക്ഷ്മി. എന്നിലെ വിഷയം സമൂഹം. നമ്മൾ ഇത്രയും നേരം കേട്ട് വന്ന എല്ലാ വിഷയങ്ങളും, അതായത് അമ്മ, അച്ഛൻ, ഇണ, വ്യക്തി, മക്കൾ, കുടുംബം, ഇവയെല്ലാം ചേർന്നതാണ് ഒരു സമൂഹം എന്ന് പറയുന്നത്. സമൂഹങ്ങൾ വ്യത്യസ്തമായിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു സമൂഹത്തേക്ക് ഇറങ്ങി നിരീക്ഷിച്ചാൽ നമുക്ക് ഓരോരോ കുടുംബങ്ങളെ കാണാൻ കഴിയും. ഓരോ കുടുംബങ്ങളും വ്യത്യസ്തമാണ്. ഓരോ കുടുംബങ്ങൾക്കും അവരുടേതായ അഭിപ്രായങ്ങളും വ്യത്യസ്തതയുമുണ്ട്. ഓരോ കുടുംബങ്ങൾ ഇപ്പോൾ അറിവുകൾ നൽകുന്ന കുടുംബം, അറിവിനെ സ്വീകരിക്കുന്ന കുടുംബം, തെറ്റായ വിശ്വാസങ്ങളിൽ ഉറച്ചു മുന്നോട്ട് പോകുന്ന കുടുംബം, തെറ്റായ വിശ്വാസങ്ങളെ തിരുത്തി അവയിൽ അറിവുകളെ നേടി മുന്നോട്ട് പോകുന്ന കുടുംബം. ഇപ്പോൾ നമ്മൾ സമൂഹത്തേക്ക് ഇറങ്ങിയാൽ വാഹനങ്ങളിൽ നിന്ന് വേസ്റ്റ് വലിച്ചെറിയാൻ പഠിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലെ നിയമപരമായ അനീതികൾക്കെതിരെ മിണ്ടരുത് എന്ന് പറയാൻ പഠിപ്പിക്കുന്ന കുടുംബം. അതുപോലെ പെൺകുട്ടികൾ വീടിനുള്ളിൽ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കുള്ളിൽ ഒതുങ്ങണമെന്നും ആൺകുട്ടികൾ കുടുംബങ്ങളെ നയിക്കണം അല്ലെങ്കിൽ നോക്കണമെന്നും പറഞ്ഞ് പഠിപ്പിക്കുന്ന കുടുംബം. അങ്ങനെയല്ല, അവർക്ക് ഓരോ വ്യക്തിത്വങ്ങൾക്കും, ആണായാലും പെണ്ണായാലും, ഓരോ വ്യക്തിത്വങ്ങൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യവും റെസ്പെക്റ്റും സ്ഥാനവുമുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തുണ്ട്. നമുക്കൊരു സമൂഹത്തെ നന്നാക്കണമെങ്കിൽ ഒരു കുടുംബം നന്നാവണം. കുടുംബം നന്നാവണമെങ്കിൽ ഓരോ വ്യക്തികളും നന്നാവണം. നമുക്ക് വേണ്ടത് വേണമെന്ന് പറയാനും വേണ്ടാത്തത് വേണ്ട എന്ന് തന്നെ പറയാനും എടുക്കേണ്ടത് എടുക്കാനും കളയേണ്ടത് കളയാനും പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ കഴിയുന്ന ഓരോ കുടുംബങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയൂ. ഓരോ സമൂഹങ്ങളുടെ അടിസ്ഥാനം നല്ലൊരു കുടുംബമാണ്. ഓരോ കുടുംബങ്ങളുടെ അടിസ്ഥാനം നല്ലൊരു വ്യക്തിയാണ്, നല്ല വ്യക്തിത്വങ്ങളാണ്. ഓരോ വ്യക്തിത്വങ്ങളുടെ അടിസ്ഥാനം നല്ലൊരറിവാണ്. ഈ നല്ല അറിവുള്ള, വ്യക്തിത്വമുള്ള, വ്യക്തിയുള്ള, കുടുംബങ്ങളുള്ള സമൂഹം മാത്രമേ നമുക്ക് നല്ലൊരു കുടുംബം അല്ലെങ്കിൽ നല്ലൊരു സമൂഹം എന്ന് പറയാൻ കഴിയുള്ളൂ. ഓരോ സമൂഹത്തെയും നമുക്ക് നന്നാക്കണമെങ്കിൽ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അറിവ് പകരണം. എങ്കിൽ മാത്രമേ നമുക്ക് നശിച്ച നാട് എന്ന് പറയുന്നിടത്ത് നിന്ന് നല്ലൊരു നാട്, സ്വാതന്ത്ര്യമുള്ള നാട്, അറിവുള്ള നാട് എന്നതിലേക്ക് എത്താൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വ്യക്തിത്വങ്ങൾക്കും ഓരോ അഭിപ്രായങ്ങളാണ്. അതുപോലെ എൻ്റെ എളിയ അഭിപ്രായമാണ് സമൂഹത്തെക്കുറിച്ചുള്ളത്. നന്ദി. നമ്മുടെ നിത്യതി ശ്രീലക്ഷ്മി മോള് ഒരു ചെറു പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ശ്രീലക്ഷ്മി മോൾക്ക് നൽകിയ സബ്ജക്റ്റ് സമൂഹം. അപ്പോൾ എന്താ പറയാ, അതാണ് നമ്മുടെ നാടിന്റെ അടിത്തറ അല്ലേ. അതിൽ വരുന്ന മൈനസിലൂടെയാണ് നമ്മളെല്ലാം മൈനസിലായി പോകുന്നത്. അതിൽ വരുന്ന പ്ലസ്സിലൂടെയാണ് നമുക്ക് എല്ലാം പ്ലസ്സും വരുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കണമെന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എന്താണ് മോൾക്ക് തോന്നിയത്? ശരിക്കും ആദ്യം സമൂഹം എന്താ പറയുക, ഇപ്പം സമൂഹത്തെ ബേസ് ചെയ്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിൽ ഏതിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുക എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച്, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ ഓരോ വ്യക്തിത്വവും അറിവ് അത് ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പിന്നെ പറഞ്ഞത്. പിന്നെ ചേച്ചി കുറേശ്ശെ സഹായിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇന്ന പോയിന്റ് നമുക്ക് പറയാം എന്നുള്ളതിൽ. അപ്പം അതിൽ കയറി പിടിച്ച് അങ്ങനെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഒരു സംസാരത്തിലൂടെ അല്ലെങ്കിൽ മോള് പറയുന്ന ഒരു കാര്യത്തിലൂടെ മറ്റൊരാളിലേക്ക് ഒരുപാടൊരു വ്യത്യാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്കൊരു ഫലം കിട്ടുന്നു എന്നതിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിരിക്കത്തില്ല ഈ പ്രസംഗം? തീർച്ചയായിട്ടും ചേച്ചി. നമ്മളിപ്പം ശരിക്കും പ്രസംഗം നമ്മള് പൊതുവെ എല്ലാവരുടെ കാണുന്നതെന്ന് വെച്ചാൽ സ്കൂളിൽ അവതരിപ്പിക്കുന്ന ഒരു മത്സര കലയായിട്ടും, അതുപോലെ തന്നെ ഈ എന്താ പറയാ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന ഈ പ്രസംഗം അത് ബേസാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. പക്ഷെ കൂടുതൽ അതിലേക്ക് ആഴ്ന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് വാക്കുകൾ പുതുതായിട്ട് നമുക്ക് പഠിക്കുവാനും, അതുപോലെ ഒരാളിലേക്ക് നമുക്ക് എത്തിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കത്തിൽ എന്നാൽ കറക്റ്റ് ആ പോയിന്റ് ആയിട്ട് അവരിലേക്ക് എത്തിക്കാനും കഴിയുന്ന തീർച്ചയായിട്ടും അതില് വലിയൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ കഴിയും പ്രസംഗം ചെയ്യുന്നതിലൂടെ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ നിത്യതിയിലെ വിദ്യാപീഠത്തില് അത് അറ്റൻഡ് ചെയ്ത് പോകുന്ന എല്ലാ മക്കൾക്കും അതിൻ്റെതായ ഒരു ഫലം അതിലൂടെ വരും അല്ലേ. അപ്പൊ നിങ്ങൾ അധ്യാപകർ അങ്ങനെ ആയി വന്നാലേ നാളെ മക്കളും അങ്ങനെ ആയി വരത്തുള്ളൂ അല്ലേ. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ ഈ കല. നമസ്കാരം, ഞാൻ നിത്യതി ജാനകി. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് കുടുംബത്തെക്കുറിച്ചാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. അതില്ലാതാകുന്നത് എപ്പോഴാണ്? അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ് സദ്യ എന്നത്. അതിൽ പലതരം കറികളുണ്ട്. പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന പപ്പടം, എരിയുള്ള ഇഞ്ചി, അങ്ങനെ പലതരത്തിലുള്ള കറികൾ. ഇതെല്ലാം നമ്മൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ അതിലൊരു കൈപുണ്യം ഉണ്ടാകും. സദ്യ എന്നതാണ് കുടുംബം. അതിലെ കൈപുണ്യം എന്ന് പറയുന്നതാണ്
ശരിയെയും തെറ്റിനെയും വേർതിരിച്ചറിയുന്ന ചിന്താഗതി, അതായത് സ്വതന്ത്രബോധം, അതാണ് ഒരു കുടുംബത്തിൽ പ്രധാനമായും വേണ്ടത്. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻകൈ എടുക്കുന്നത് മാതാപിതാക്കളാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ ശരിയെ കളയാനും തെറ്റിനെ സ്വീകരിക്കാനുള്ള മനസ്ഥിതിയും അവർക്കുണ്ടാകണം. നന്ദി. നിത്യതി ജാനകി മോള് ഒരു ചെറു വിഷയത്തെ ബേസ് ചെയ്തല്ലേ, എന്തായിരുന്നു മോളുടെ സബ്ജക്റ്റ്? കുടുംബം. അപ്പോൾ കുടുംബം എന്ന് പറയുന്ന വളരെ വലിയൊരു വിഷയത്തെക്കുറിച്ച് മോളുടെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു പ്രസംഗ രൂപേണെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇതിനൊരു റൂളും രീതി അങ്ങനെയൊക്കെ ഒന്നും അധികം വെച്ചല്ല, കുറച്ച് സ്വതന്ത്രമായിട്ട് തന്നെയാണ് മക്കൾ പറഞ്ഞത്. എന്നാലും ഈ ഒരു കാര്യം മോൾ അറ്റൻഡ് ചെയ്തതിനെ കുറിച്ച്, അല്ലെങ്കിൽ പ്രസംഗം എന്ന് പറയുന്ന ഈ ഒരു കലയെക്കുറിച്ച് മോളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ, ഞാൻ അധികം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ കുഞ്ഞിലെ പഠിക്കുമ്പോഴത്തേക്കായാലും ഞാൻ ഇതിലോട്ട് വലുതായിട്ട് പോയിട്ടില്ല. അല്ലാണ്ട് ഡാൻസ് പാട്ടിലൊക്കെ പോകത്തേ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര പേടിയാണ്, നല്ല പേടിയാണ്. അപ്പം ഇന്നിങ്ങനെ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഞാനങ്ങനെ സാധാരണ തെറ്റിക്കും, പക്ഷെ ഇന്നങ്ങനെ ഒന്നും വന്നില്ല, നല്ലതുപോലെ പറയാൻ പറ്റി. അതിൽ നല്ല സന്തോഷമുണ്ട്. മോൾക്കൊരു പ്രത്യേക രീതിയിൽ ആത്മവിശ്വാസം തോന്നി. സത്യം ചേച്ചി, നന്നായിട്ട് കിട്ടി. നമ്മളിപ്പോൾ ജീവിതത്തിലെ പല സാഹചര്യത്തിലും പല രീതിയിലും സംസാരിക്കും. വീട്ടിലെ കണക്കായിരിക്കില്ല പുറത്ത്, അല്ലെ? അല്ലെങ്കിൽ നമ്മളൊരു ഭാവന രീതിയിൽ നിൽക്കുമ്പോൾ വേറൊന്ന്, നമ്മുടേതായ തലത്തിൽ വേറൊന്ന്, അങ്ങനെ ഒരു ഇതാ. പക്ഷെ പ്രസംഗം എന്ന് പറയുന്ന ആ ഒരു കല ശരിക്കും നല്ല രീതിക്ക് പഠിച്ച് ഹൃദിസ്ഥമായാൽ നമുക്ക് എവിടെയും ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു കഴിവ് കിട്ടും, അല്ലേ? സത്യം ചേച്ചി. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ എങ്ങനെ സംസാരിക്കണം എന്നുള്ളൊരു രീതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനത്തെ രീതിക്ക് നമ്മൾ സംസാരിച്ച് പഠിച്ച് വരും. അപ്പം ജാനകി മോള് പഠിപ്പിക്കുന്ന മക്കളെയും അതേ കണക്ക് തന്നെ സംസാരിക്കാൻ നല്ലൊരു വാക്ചാതുര്യത്തിലാക്കി എടുക്കില്ലേ ഭാവിയിൽ? എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. ഓക്കെ, ശരി. അപ്പൊ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി ഇങ്ങനെ കിട്ടണമെന്ന് തോന്നി. അപ്പൊ ഉടൻ തന്നെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മിടുക്കിയായിട്ട് വരും, അല്ലേ? ശരി.